ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 വ്യാഴമാറ്റം ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. 2026 മെയ് 30 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭഗ്രഹമായി കരുതപ്പെടുന്ന വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ഓരോ നക്ഷത്രക്കാരെയും വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കുക. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം സമ്മിശ്രവും എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരവുമായ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരും. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ദേവഗുരു എന്നാണ് വ്യാഴം അറിയപ്പെടുന്നത്. നവഗ്രഹങ്ങളിൽ ഏറ്റവും സൗമ്യനും ശുഭകാരിയുമായ ഗ്രഹമാണ് വ്യാഴം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യം, സമ്പത്ത്, വിദ്യ, സന്താനം, ധർമ്മം, നീതി എന്നിവയുടെ കാരകനാണ് ഈ ഗ്രഹം. വ്യാഴം ഒരു രാശിയിൽ ഏകദേശം 1 വർഷത്തോളം സഞ്ചരിക്കുന്നു. 12 രാശികളിലൂടെ ഒരു വട്ടം ചുറ്റിവരാൻ വ്യാഴത്തിന് ഏകദേശം 12 വർഷം വേണം. വ്യാഴം അനുകൂലമായാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുദൃഷ്ടി സർവ്വദോഷ പരിഹാരം എന്നൊരു പ്രമാണം തന്നെ ജ്യോതിഷത്തിലുണ്ട്. അതായത് വ്യാഴത്തിന്റെ നോട്ടം പതിക്കുന്ന ഇടങ്ങളിലെ ദോഷങ്ങൾ മാറി അവിടെ ശുഭഫലങ്ങൾ ഉണ്ടാകുന്നു. 2026 മെയ് 30 വ്യാഴം കർക്കിടകം രാശിയിലേക്ക് കടക്കുമ്പോൾ അത് ഉച്ചാവസ്ഥയിലെത്തുന്നു. വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ബലമുള്ള രാശിയാണ് കർക്കിടകം. ഇവിടെ നിൽക്കുന്ന വ്യാഴം കൂടുതൽ കരുണയുള്ളവനും ഫലപ്രദായകനുമായിരിക്കും. ലോകക്രമത്തിലും വ്യക്തിജീവിതത്തിലും വലിയ ധർമ്മചിന്തകൾക്കും സാമ്പത്തിക ഉന്നതിക്കും ഈ കാലയളവ് സാക്ഷ്യം വഹിക്കും. ഉത്രാടം നക്ഷത്രം സൂര്യനധിപനായ നക്ഷത്രമാണ്. അതിന്റെ ആദ്യത്തെ കാൽഭാഗം ധനുരാശിയിലും ബാക്കി 3/4 ഭാഗം മകരം രാശിയിലുമാണ് വരുന്നത്. വളരെ പക്വതയുള്ളവരും സത്യസന്ധരും കഠിനാധ്വാനികളുമാണ് ഉത്രാടം നക്ഷത്രക്കാർ. എടുത്തുചാട്ടം കുറവായ ഇവർ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. വിശ്വദേവകളാണ് ഈ നക്ഷത്രത്തിന്റെ അധിപർ. തോൽക്കാൻ മനസ്സില്ലാത്ത മനോഭാവം ഇവരുടെ പ്രത്യേകതയാണ്. 2026 മെയ് 30 മുതൽ വ്യാഴം കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ രാശി അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 8ാം ഭാവത്തിലേക്കാണ് വരുന്നത്. സാധാരണഗതിയിൽ അഷ്ടമഗുരു അത്ര ശുഭകരമല്ല എന്ന് പറയാറുണ്ടെങ്കിലും വ്യാഴം ഇവിടെ ഉച്ചസ്ഥനാകുന്നത് കൊണ്ട് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയും. അപ്രതീക്ഷിത ധനലാഭത്തിനും തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കാനും ഇത് സഹായിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഇത് ഗുരുബലം നൽകുന്ന കാലമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും ഈ മാറ്റത്തോടെ അറുതിയാകും. വിവാഹം, ബിസിനസ്, പങ്കാളിത്തം, പ്രശസ്തി എന്നിവയ്ക്ക് ഈ കാലയളവ് അത്യുത്തമമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ഈ വ്യാഴമാറ്റം വഴിയൊരുക്കും. തൊഴിലില്ലാത്തവർക്ക് മികച്ച ജോലി ലഭിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. ജോലിയിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഉച്ചസ്ഥനായ വ്യാഴം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം നൽകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായി നോക്കിയാൽ ഈ കാലയളവ് വളരെയധികം ഗുണകരമാണ്. മുടങ്ങിപ്പോയ പണം തിരികെ ലഭിക്കും. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. എന്നാൽ ധനുരാശിയിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുമെന്നത് വലിയ ആശ്വാസമാകും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. മകരം രാശിയിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമാകും. പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ സന്താന ഭാഗ്യമുണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾ നീങ്ങും. സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും നിലനിന്നിരുന്ന അകൽച്ച മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സമയമാണിത്. ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. അംഗീകാരങ്ങൾ നേടാനും സാധിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവെ ഗുണകരമായ സമയമാണെങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴം ഉദര സംബന്ധമായ കാര്യങ്ങളുടെ കാരകനായതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. അമിതഭാരം, കരൾ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുള്ളവർ ജാഗ്രത പാലിക്കണം. മാനസികമായി വളരെ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുന്ന കാലമായിരിക്കും ഇത്. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സമാധാനം വർദ്ധിപ്പിക്കും. ധനുരാശിക്കാർക്ക് വ്യാഴം 8ൽ നിൽക്കുന്നതിനാൽ രഹസ്യ ശത്രുക്കളെ സൂക്ഷിക്കണം. നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് അനാവശ്യമായി പങ്കുവെക്കരുത്. മകരം രാശിക്കാർ വ്യാഴം 7ൽ വരുമ്പോൾ അമിതമായ ആഡംബരത്തിന് മുതിരരുത്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഉത്രാടം നക്ഷത്രക്കാർ നിയമപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. വ്യാഴം നീതിയുടെ ഗ്രഹമായതുകൊണ്ട് തെറ്റായ വഴികളിലൂടെയുള്ള നേട്ടങ്ങൾ ദോഷം ചെയ്യും. വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും മഞ്ഞ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്.
ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം കൊണ്ടുവരും. മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. സ്വന്തം ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുക. ദക്ഷിണാമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നത് വിദ്യയ്ക്കും ബുദ്ധിക്കും തെളിച്ചമുണ്ടാക്കും. വ്യാഴമന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. മാസത്തിലൊരിക്കൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നക്ഷത്രം വരുന്ന ദിവസമോ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. ഇത് മാനസികമായ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാക്കാനും സഹായിക്കും. പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളോ പഠന സാമഗ്രികളോ വാങ്ങിക്കൊടുക്കുക. വ്യാഴാഴ്ചകളിൽ വിദ്യാലയങ്ങളിലോ അനാഥാലയങ്ങളോ ഭക്ഷണം നൽകുന്നത് വ്യാഴത്തിന്റെ പ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തി അഷ്ടകം ജപിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക. മഞ്ഞപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അതീവ ഗുണകരമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ കദളിപ്പഴം നിവേദിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കളവ് പറയുന്നതും മറ്റൊരാളെ വഞ്ചിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മുതിർന്നവരെയും അറിവുള്ളവരെയും പരിഹസിക്കാതിരിക്കുക. വീടിന്റെ വടക്കു പടിഞ്ഞാറേ മൂല വൃത്തിയായി സൂക്ഷിക്കുക. 2026 മെയ് 30 ഈ വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം അവസാനിപ്പിക്കുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് കേവലം ഒരു രാശിമാറ്റം മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനത്തിന്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കാം. ജ്യോതിഷത്തിലെ ദേവഗുരു എന്ന സങ്കല്പം അറിവിനെയും വെളിച്ചത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ ഈ കാലഘട്ടം ഉത്രാടം നക്ഷത്രക്കാരുടെ ഉള്ളിലെ ഇരുളിനെ നീക്കി വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യം നൽകാൻ സഹായിക്കും. ഈ കാലയളവിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം ക്ഷമയാണ്. ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ ലക്ഷ്യബോധമുള്ളവരാണെങ്കിലും ചിലപ്പോഴെങ്കിലും ബലം വൈകുന്നതിൽ നിരാശരാകാറുണ്ട്. എന്നാൽ കർക്കിടകത്തിലെ ഉച്ചസ്ഥനായ വ്യാഴം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം സമയമാകുമ്പോൾ എല്ലാം ശുഭമായി ഭവിക്കും എന്നതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഠിനമായ അധ്വാനത്തിന്റെയോ മാനസിക സംഘർഷങ്ങളുടെയോ ഒക്കെ ഗുണപരമായ പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്ന ഘട്ടമാണിത്. ഇത് വിതച്ചത് കൊയ്തെടുക്കാനുള്ള കാലമാണ്. സാമ്പത്തികവും തൊഴിൽപരവുമായ നേട്ടങ്ങൾക്കപ്പുറം വ്യക്തിപരമായ വളർച്ചയ്ക്കാണ് ഈ വ്യാഴമാറ്റം മുൻതൂക്കം നൽകുന്നത്. നിങ്ങളുടെ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ വരും. മുൻകോപവും പിടിവാശിയും ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകും. ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാനും പഴയകാല തെറ്റിദ്ധാരണകൾ മാറ്റി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ഈ കാലയളവ് നിങ്ങളെ പ്രാപ്തരാക്കും. കുടുംബം എന്ന വ്യവസ്ഥിതിക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും അതിലൂടെ വലിയൊരു ആത്മസംതൃപ്തി കണ്ടെത്തുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഒരു സുവർണ അവസരമാണ്. വിജ്ഞാനത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ കൂടുതൽ വില ലഭിക്കും. ഉപദേശങ്ങൾ തേടിയ ആളുകൾ നിങ്ങളെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഇത് നിങ്ങളുടെ സാമൂഹികമായ പദവി ഉയർത്താൻ സഹായിക്കും. എങ്കിലും ഈ കാലയളവിൽ അമിതമായ ആത്മവിശ്വാസം അപകടം വരുത്തിയേക്കാമെന്ന കാര്യം മറക്കരുത്. എല്ലാ കാര്യങ്ങളും അനുകൂലമാണെന്ന് കരുതി അശ്രദ്ധമായി തീരുമാനങ്ങൾ എടുക്കരുത്. വിനയവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ വ്യാഴം നൽകുന്ന വലിയ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കൂ. ചുരുക്കത്തിൽ 2026 വ്യാഴമാറ്റം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പുലരിയുടെ തുടക്കമാണ്. ഇരുണ്ട മേഘങ്ങൾ മാറി ഭാഗ്യത്തിന്റെ സൂര്യൻ തെളിയുന്ന ഈ സമയത്ത് ഈശ്വരവിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഠിനാധ്വാനവും വ്യാഴത്തിന്റെ അനുഗ്രഹവും ഒത്തുചേരുമ്പോൾ അസാധ്യമായ പലതും സാധ്യമാകുന്ന ഒരു വത്സരമായിരിക്കും ഇത്. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റാനുള്ള വിവേകം ഈ കാലയളവിൽ നിങ്ങൾക്ക് കൈവരും. ശാന്തിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് ചുവടുവെക്കാൻ ഈ വ്യാഴമാറ്റം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.